ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൈപ്പൻ പാമ്പിനെ പറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷസർപ്പങ്ങളിൽ ഒന്നാണ് ടൈപ്പൻ പാമ്പ്. ഇവയെ പ്രധാനമായും ഓസ്ട്രേലിയയിലും പാപ്പുവ ന്യൂഗിനിയയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ ടൈപ്പൻ പാമ്പുകൾ പ്രധാനമായും 3 ഇനങ്ങളുണ്ട്. ഇൻലാൻഡ് ടൈപ്പാൻ എന്ന് വിളിക്കുന്ന ഏറ്റവും വിഷമുള്ള പാമ്പ്, കോസ്റ്റൽ ടൈപ്പാൻ എന്ന് വിളിക്കുന്ന തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നവയാണ്. സെൻട്രൽ റേഞ്ച് ടൈപ്പാൻ വളരെ അപൂർവമായി മാത്രമേ ഇവയെ കാണാറുള്ളത്. ഇവയുടെ ശരീരത്തിൽ തവിട്ട്, ചാര, ഒലിവ് നിറം മുതലായവ കാണപ്പെടുന്നു. ടൈപ്പാൻ പാമ്പുകൾക്ക് സാധാരണയായി 2 മുതൽ 3 മീറ്റർ വരെ നീളമുണ്ടായിരിക്കും. ടൈപ്പാൻ പാമ്പിൻ്റെ വിഷം ന്യൂറോടോക്സിക്, മയോടോക്സിക്, പ്രോക്കോ ആംഗുലന്റ് സ്വഭാവമുള്ളതാണ്. അതായത് നാഡികൾ, പേശികൾ, രക്തം എന്നിവയെ ബാധിക്കുന്നു. ഇൻലാൻഡ് ടൈപ്പാൻ്റെ ഒരു കടിയേറ്റാൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണത്തിലേക്ക് നയിക്കാം. സമയബന്ധിതമായി ആൻറ്റിവിഷം നൽകിയില്ലെങ്കിൽ അത്യന്തം അപകടകരമാണ്. പ്രധാനമായും എലികൾ, മൂങ്ങകൾ, പക്ഷികൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. വേഗത്തിൽ ആക്രമിച്ച് വിഷം കുത്തിവെച്ച് ഇരയെ പിടികൂടുന്നു. ടൈപ്പാൻ മുട്ടയിടുന്ന പാമ്പാണ്. പെൺപാമ്പ് 10 മുതൽ 20 മുട്ട വരെ ഇടാറുണ്ട്. മുട്ടകൾ ഏകദേശം 2 മാസം കൊണ്ട് വിരിയാറുണ്ട്. ഇൻലാൻഡ് ടൈപ്പാൻ എന്ന പാമ്പുകളുടെ നീളം 1.8 മുതൽ 2.5 മീറ്റർ വരെ ആയിരിക്കും. ഇവയുടെ ശരീരത്തിന് തവിട്ട് നിറവും ചാര നിറവും കലർന്നിരിക്കും. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിറം മാറാനും ഈ പാമ്പുകൾക്ക് കഴിയാറുണ്ട്. വേനൽക്കാലത്ത് ഇളം നിറവും ശീതകാലത്ത് ഇരുണ്ട നിറവുമാകുന്നു. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് ഇതാണ്. ഒരു കടിയിലൂടെ പുറപ്പെടുന്ന വിഷം 100-ലധികം ആളുകളെ കൊല്ലാൻ മതിയാകും എന്നാണ് കണക്കുകൾ. ഇൻലാൻഡ് ടൈപ്പാൻ പാമ്പുകൾ സാധാരണയായി മനുഷ്യരെ ഒഴിവാക്കാൻ ശ്രമിക്കും. അതിനാൽ കടിയേറ്റ സംഭവങ്ങൾ വളരെ അപൂർവമാണ്. പെൺ ഇൻലാൻഡ് ടൈപ്പാൻ 12 മുതൽ 24 മുട്ട വരെ ഇടാറുണ്ട്. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ വിഷമുള്ളവരാണ്. പ്രകൃതിയിൽ ഏകദേശം 10.15 വർഷം വരെ ജീവിക്കുന്നു. സംരക്ഷണാവസ്ഥയിൽ 20 വർഷം വരെ ഇവയ്ക്ക് ജീവിക്കാൻ കഴിയാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.